നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് 1,86,000 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് മരോട്ടിച്ചാൽ സ്വദേശി. തൃശൂരിൽ ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൌൺസിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1,280 രൂപ കുറഞ്ഞ് 67,200 രൂപയിലേക്കെത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി 10ാം വാർഡ് ഊരകം നോർത്ത് സെന്റർ സൗന്ദര്യവൽക്കരണം, നിരീക്ഷണ ക്യാമറ, സെൽഫി പോയിന്റ് എന്നിവയുടെ ഉദ്ഘാടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് 1,86,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. നാദാമംഗലം മരോട്ടിച്ചാൽ സ്വദേശി ബിപിൻ ബേബിയാണ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ച് 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി പെരുമ്പാവൂരിൽ നിന്നും സ്വർണം പൂശിയ വളകൾ വാങ്ങി തിരൂരിലുള്ള സ്ഥാപനത്തിൽ 2 ഘട്ടങ്ങളിലായി പണയം വെച്ച് പണം വാങ്ങുകയായിരുന്നു. വീണ്ടും പണയം വയ്ക്കാൻ വളയുമായി വന്നെങ്കിലും ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതി പണം വാങ്ങിക്കാതെ തിരിച്ചു പോവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വളകൾ സ്വർണ്ണമല്ലെന്ന് തിരിച്ചറിഞ്ഞത്. സ്ഥാപനത്തിന്റെ മാനേജർ വിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വിയൂർ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപനത്തിൽ വന്നാൽ ചെക്ക് തരാമെന്ന് പറഞ്ഞ് പ്രതിയെ സ്ഥാപനത്തിലേക്ക് അതിവിദഗ്ധമായി വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഓഴൂർ, വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ സമാനമായ രീതിയിലുള്ള കേസുകളുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വിയൂർ പോലീസ് ഇൻസ്പെക്ടർ മിഥുൻ, സബ് ഇൻസ്പെക്ടർമാരായ നിഫ്മാൻ, ജയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോമോൻ, സിവിൽ പോലീസ് ഓഫീസർ ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂരിൽ ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൌൺസിൽ. വർദ്ധിച്ചുവരുന്ന രാസലഹരി, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. അയ്യന്തോൾ കളക്ടറേറ്റ് പടിക്കൽ ആരംഭിച്ച ഉപവാസ സമരം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇത് ഒരു പ്രാർത്ഥന ഉപവാസം മാത്രമല്ല, ഇത് സമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്തൽ മാത്രമല്ല, ഇത് ഇടപെടാൻ കഴിവുള്ള ഗവൺമെന്റിനോടും അതുപോലെ തന്നെ ബ്യൂറോക്രസിയോടും ഒരിക്കൽ കൂടെ ഉണർന്ന് ചിന്തിക്കാനും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രത്തിന്റെ ഊരാളൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി, ശ്രീകുമാർ നമ്പൂതിരി, ഓട്ടൂർ മേക്കാട്ട് ജയൻ നമ്പൂതിരി, വിനോദ് നമ്പൂതിരി, വിശാഖ് നമ്പൂതിരി, കപ്ലിങ്ങാട്ട് ബാബു നമ്പൂതിരി, ദിലീപ് നമ്പൂതിരി, ബാലകൃഷ്ണൻ നമ്പൂതിരി, ബിജു നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിമരക്കൈയിൽ കൊടിക്കൂറ അലങ്കരിച്ച കൊടിമരം ദേശക്കാരാണ് ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രം ഊരാളന്മാർ ദർഭപ്പുല്ല് കൊടിമരത്തിൽ ബന്ധിപ്പിച്ചു. വാദ്യഘോഷങ്ങളൊന്നുമില്ലാതെ ചമയങ്ങളില്ലാത്ത ഒരു ഗജവീരന്റെ പുറത്ത് ഊരാളൻ കുടുംബാംഗത്തെ കയറ്റി കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ 7 കണ്ടം അതിർത്തി വരെ ആനയിച്ചു. അവിടെ വെച്ച് അടിയന്തരന്മാരാർ ശംഖധ്വനി മുഴക്കി. തുടർന്ന് ത്രിപുട താളത്തിൽ വാദ്യഘോഷങ്ങളോടെ ആർപ്പും കുരവയുമായി ജനസഞ്ചയം ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ത്രിപുടമേളം ക്ഷേത്ര നടപ്പുരയിൽ കലാശിച്ചു. ബലിക്കല്ലിന് സമീപം മാടമ്പി വിളക്ക്, നിറപ്പറ, വെള്ളരി എന്നിവയുടെ സാന്നിധ്യത്തിൽ 2 നാളികേരം ഉടച്ചുവെച്ചു. തുടർന്ന് അടിയന്തരന്മാരാർ കിഴക്കോട്ട് തിരിഞ്ഞ് ശാസ്താവിനെ തൊഴുത് ക്ഷേത്രം ഊരാളന്മാർ മുഖമണ്ഡപത്തിൽ എഴുന്നള്ളിയിട്ടില്ലേ എന്നും സമുദായ നമ്പൂതിരിമാർ വാതിൽ മാടത്തിൽ എത്തിയിട്ടില്ലേ എന്നും 3 തവണ ചോദിച്ചു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് കുട്ടിക്കൊട്ട് കൊട്ടട്ടെ എന്നും അതിനുശേഷം പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇത് തന്നെ 3 തവണ കൂടി ചോദിച്ചു. 3 പ്രാവശ്യം ശംഖ് വിളിച്ച് വലം തലയിൽ പൂരം കൊട്ടിവെച്ചതോടുകൂടി കൊടിയേറ്റ ചടങ്ങുകൾ പര്യവസാനിച്ചു.
കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച ഗുണ്ടയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ആളൂർ തച്ചമ്പിള്ളി വീട്ടിൽ 36 വയസ്സുള്ള നിഖിലാണ് അറസ്റ്റിലായത്. 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ബുധനാഴ്ച വെള്ളാഞ്ചിറയിലെ നിഖിലിന്റെ ഭാര്യ വീട്ടിൽ അതിക്രമിച്ചു കടന്നുവെന്നും ഭാര്യ മാതാവിനെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞുവെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവശേഷം എറണാകുളത്തേക്ക് കടന്നുകളഞ്ഞ നിഖിലിനെ ആളൂർ പോലീസ് സംഘം പാലാരിവട്ടം വാഴക്കാലയിൽ നിന്നും പിടികൂടുകയായിരുന്നു. നിഖിലിനെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ പാർപ്പിച്ചു. നിഖിലിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ 2019 വ്യാജ മദ്യക്കേസും വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസും 2022 വധശ്രമക്കേസും അടിപിടിക്കേസും വീട്ടിലേക്ക് ഗുണ്ടെറിഞ്ഞ കേസും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അടിപിടിക്കേസും മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കാട്ടിൽ മരം കയറി മുറിച്ചതിനുള്ള ഒരു കേസും 2021 കാട്ടിൽ കയറി മരം മുറിച്ചതിനുള്ള 2 കേസുകളും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിൽ 2021 കഞ്ചാവ് കേസുമടക്കം 10ഓളം ക്രിമിനൽ കേസുകളുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ CS സാബു, KS ഗിരീഷ്, PR സുരേന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ KS ബിലഹരി, S ശ്രീജിത്ത്, CK ബിജുകുമാർ, B ഹരികൃഷ്ണൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി 10ാം വാർഡ് ഊരകം നോർത്ത് സെന്റർ സൗന്ദര്യവൽക്കരണം, നിരീക്ഷണ ക്യാമറ, സെൽഫി പോയിന്റ് എന്നിവയുടെ ഉദ്ഘാടനം നടത്തി. നിരീക്ഷണ ക്യാമറ പ്രസ് ക്ലബ് പ്രസിഡന്റ് P ശ്രീനിവാസനും, സൗന്ദര്യവൽക്കരണം പ്രസ് ക്ലബ് സെക്രട്ടറി നവീൻ ഭഗീരഥനും, സെൽഫി പോയിന്റ് കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സജു ചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PB ജോഷി മാലിന്യ വിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കശ്ശേരി, പുലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ബാബു ചുക്കത്ത് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 4-4 വർഷം കൊണ്ട് ഇത്രയും ഇമാജിനേഷനോടുകൂടി ഇത്രയും ഭാവനാസമ്പന്നമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടൊരു പഞ്ചായത്ത് ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ സ്മാർട്ടായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ പറയുന്നതല്ല. നമ്മുടെ പ്രദേശത്തോടുകൂടി ജില്ലയിലെ രണ്ടാമത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ജില്ലയിലെ രണ്ടാമത്തെയും താലൂക്കിലെ ആദ്യത്തേതുമായ ഗ്രാമവണ്ടി മുരിയാട് പഞ്ചായത്തിന് സ്വന്തം KSRTC വണ്ടി ഈ വഴിയിലൂടെ വിഷുക്കൈ നീട്ടമായി ഓടി തുടങ്ങുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കരുതലൊരുക്കി പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച കൌൺസിലിംഗ് ക്യാമ്പ് ശ്രദ്ധേയമായി. ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയറിന്റെ സഹകരണത്തോടെയാണ് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൌൺസിലിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിത ലക്ഷ്യങ്ങളും മൂല്യങ്ങളും കണ്ടെത്താനും ബന്ധങ്ങളും ആശയവിനിമയവും മെച്ചപ്പെടുത്താനും ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്താനും ജീവിതത്തിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു കൗൺസിലിംഗ് ക്യാമ്പിന്റെ ലക്ഷ്യം. ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടതിന്റെ ആവശ്യകത അവരുടെ വ്യക്തിഗത സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. പല കുട്ടികളും അവരുടെ കുടുംബത്തിന്റെ പിന്തുണയോടെ വൈകാരിക വെല്ലുവിളികളെ മറികടക്കാറുണ്ട്. എന്നാൽ ചില കുട്ടികൾക്ക് അതിന് സാധിക്കാതെ വരുന്നു. അത്തരം സാഹചര്യത്തിൽ കൗൺസിലിംഗ് അവർക്ക് സഹായകമാകുമെന്നും ഇതൊരു തുടർ പ്രക്രിയയാണെന്നും സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ പറഞ്ഞു. ഇന്ന് ദിവസം നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 9-10 ക്ലാസ്സിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കൾക്കുമായിരുന്നു. ഒത്തിരിയേറെ ഗുണപ്രദമായി എന്നാണ് അവരുടെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ, ഒരു വർഷം തുടർച്ചയായി നമ്മുടെ LKG ക്ലാസ്സുകൾ മുതൽ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കൗൺസിലിങ്ങിനുള്ള അവസരങ്ങൾ ഒത്തിരിയേറെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓരോ മെന്റേഴ്സിന്റെ കീഴിലാണ് അവർ 15 പേരടങ്ങിയ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അധ്യാപകരുടെ നേതൃത്വത്തിൽ തുടരുമ്പോൾ കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ കുട്ടികൾക്ക് വ്യക്തിപരമായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം വേണ്ടി വന്നാൽ ഫാമിലി അടിസ്ഥാനത്തിലുള്ള കൗൺസിലിങ്ങിനുള്ള അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല, ഈ പരിസരത്തുള്ളവർക്കും ഈ പ്രദേശത്തുള്ളവർക്കും ഒക്കെ അത് ഉപയോഗപ്രദമാക്കത്തക്ക വിധത്തിൽ അതിനെക്കുറിച്ചുള്ള ഭാവി പരിപാടികൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി പഠനപരമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ സാധിക്കാതെ വരാം.
ഇവിടെ പ്രശ്നം കണ്ടെത്തിയാലേ പരിഹാരം സാധ്യമാകൂ. അതിനായി ഇത്തരം വിദഗ്ധരുടെ സേവനം അനിവാര്യമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു കോയിക്കര പറഞ്ഞു. ജീവാനി എന്ന് പറഞ്ഞൊരു ടീമാണ്, കൗൺസിലിംഗ് ടീമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അനലൈസ് ചെയ്യുക. അതിനുശേഷം അവരുടെ പേരൻസിനെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഇതിനുശേഷം കുട്ടികളും പേരൻസും ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാതെ സ്കൂളിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, പേരൻസിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവരൊരു ഫ്രണ്ട്ലി മാനർ ഇവർക്ക് ഷെയർ ചെയ്യാവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത് വിവരമായാലും ഒരു കാരണവശാലും അത് പുറത്തേക്ക് വിടുകയോ ഒരു നെഗറ്റീവായിട്ട് അവർ ഒരു കാരണവശാലും ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കോൺഫിഡൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെൻ്റ് ആണ്. ഈ വരുന്ന ടീമും വളരെ എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ്ഡ് ടീമാണ്. സ്കൂളിലെ 9-10 ക്ലാസ്സുകളിലായുള്ള 45 വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് കൗൺസിലിംഗ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളെ ഒറ്റയ്ക്കിരുത്തിയും മാതാപിതാക്കൾക്കൊപ്പം ഇരുത്തിയും വിദഗ്ധ കൗൺസിലർമാർ ആശയവിനിമയം നടത്തി. ഇത് വളരെ ഉപകാരപ്രദമായിരുന്നുവെന്ന് രക്ഷിതാക്കളിൽ ഒരാളായ ഫിൽബി ജോസഫ് പറയുന്നു. അതുപോലെ തന്നെ കുട്ടികളായിട്ട് ഇവർ തനിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത്, ഒരു പാരന്റിന്റെ അടുത്ത് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് അവരായിട്ട് കൗൺസിലേഴ്സായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൗൺസിലേഴ്സിന് അതിനനുസരിച്ചിട്ട് നമ്മളെ ഒന്ന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പാരന്റിനായാലും കുട്ടികൾക്കായാലും രണ്ടുപേർക്കും അത് ഒരുപോലെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തുറന്ന സംവാദം മനസ്സിന്റെ ഭാരം ലഘൂകരിച്ചെന്നും ആത്മവിശ്വാസം വളർത്തിയെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. നിലവിൽ സ്കൂളിൽ 15 കുട്ടികളെ വീതം ഓരോ അധ്യാപകരുടെയും കീഴിലാക്കി അവരെ നിരന്തരം നിരീക്ഷിച്ച് അവരുടെ അഭിരുചികൾ കണ്ടെത്തുന്ന മെന്റർ പദ്ധതി വിജയകരമായി മുന്നേറുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ പഠനാന്തരീക്ഷം സ്കൂളിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരി, സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ബാബു കോയിക്കര, ട്രഷറർ ജോസ് യു ആന്റണി, ജീവനി കോർഡിനേറ്റർ സിനേഷ് പല്ലിശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. കരിഷ്മ കെ വത്സൻ, ഡെൽന ഡെന്നീസ്, ഐശ്വര്യ കെ എം, ഡോക്ടർ കൃഷ്ണശങ്കർ, കൃഷ്ണ സി ഗിരിജൻ, ദേവിക രഞ്ജിത്ത്, രേവതി കെ എം, മാളവിക വി എസ്, മസ്ന മജീദ്, ചിഞ്ചു കെ എം എന്നിവരാണ് കൗൺസിലിംഗിന് നേതൃത്വം നൽകിയത്. കുട്ടികൾക്ക് അവരുടെ വളർച്ചാഘട്ടത്തിനും പ്രായത്തിനും അനുയോജ്യമായ ഉചിതമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുക. മാതാപിതാക്കൾക്ക് അവരുടെ സ്നേഹത്തണലും കരുതലും ഇവർക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ നടന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടന്ന കൗൺസിലിംഗിന്റെ വ്യത്യസ്തമാക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. അംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടം നൽകി വ്യാപാരി കോടാലി മർച്ചന്റ്സ് അസോസിയേഷൻ മാതൃകയായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിനു കീഴിലെ മുഴുവൻ അംഗങ്ങൾക്കും വിഷുക്കൈനീട്ടം നൽകി. 678 അംഗങ്ങൾക്കാണ് 500 രൂപ വീതം വിഷുക്കൈനീട്ടം സമ്മാനിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, ഫൗസിയ ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. 70കളിലും 80കളിലും മലയാള സിനിമയിലെ ശ്രദ്ധേയ നായക താരമായിരുന്ന രവികുമാർ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ ബുധനാഴ്ച ചെന്നൈ വേളാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ അവിടെ വച്ചായിരുന്നു അന്ത്യം. 100ലേറെ മലയാളം, തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്. സംസ്കാരം ശനിയാഴ്ച. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. കാവടി മഹോത്സവ ദിനത്തിൽ രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, ഉച്ചയ്ക്ക് 12 മുതൽ കാവടി സെറ്റുകളുടെ കൂടിയാട്ടം, വൈകിട്ട് 6:30 ദീപാരാധന, 7:30 മുതൽ 3 മുറി പള്ളി ജംഗ്ഷനിൽ നിന്നും സന്ധ്യാവിസ്മയ കാഴ്ചയിൽ കഥകളി രൂപങ്ങൾ, തിറ, ശിങ്കാരിമേളം, വെറൈറ്റി പ്രോഗ്രാം, നാസിക് ഡോൾ എന്നീ കലാരൂപങ്ങൾ അണിനിരക്കും. രാത്രി 9-ന് 3 മുറി സെന്ററിൽ കാവടി സെറ്റുകളുടെ കൂടിയാട്ടം, ബാൻഡ് ഫ്യൂഷൻ, രാത്രി 1:30 വരെ കാവടിയാട്ടം എന്നിവയുണ്ടാകും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. യുക്തിപരമായ തീരുമാനത്തിൽ അന്വേഷണം എത്തിച്ചേരണം. ഈ വർഷത്തെ പൂരം ശരിയായി നടത്തണം.
മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായ വ്യവസ്ഥകളോടെയുമാകണം പൂരം നടത്തിപ്പ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നവരെ നിയമപരമായി തന്നെ നേരിടണം. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണം. പോലീസിനെ കൃത്യമായി വിന്യസിക്കണമെന്നും ഡിജിപിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും എസ്പിയും കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെന്നും നിർദ്ദേശിച്ച കോടതി പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജികൾ തീർപ്പാക്കി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കും. വൈകുന്നേരം 5-ന് കോടാലി ഗ്രാമീണ വായനശാല ഹാളിൽ നടക്കുന്ന സെമിനാർ ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ജില്ലാ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ് അധ്യക്ഷത വഹിക്കും. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈത്താരത്ത് മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1280 രൂപ കുറഞ്ഞ് 67,200 രൂപയും ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 8,400 രൂപയുമായി. സമീപകാലത്തെ ഏറ്റവും വലിയ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില കുറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിന്റെ അധിക താരിഫ് നയം പുറത്തുവന്നതോടുകൂടി സ്വർണ്ണവില വ്യാഴാഴ്ച റെക്കോർഡ് വിലയിലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വൻകിട നിക്ഷേപകരെല്ലാം ലാഭമെടുത്ത് പിരിയാൻ തുടങ്ങിയതാണ് വില കുറയുന്നതിന്റെ പ്രധാന കാരണം. മാത്രമല്ല രൂപ വളരെ കരുത്തായി 84.95 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $1000 അധികം വില വ്യത്യാസമാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയുടെ വിലയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 106 രൂപയാണ്. കേരളത്തിൽ ഏപ്രിൽ 6 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ചക്രവാത ചുഴിയിൽ നിന്നും തെക്കൻ കേരളത്തിന് മുകളിൽ വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടു. അതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ്. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇനി കാണാം ഇൻഫോടോക്ക്. സോഡ, സ്പോർട്സ് പാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവ പതിവായി കുടിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം. പഞ്ചസാര ചേർത്ത മധുരമുള്ള പാനീയങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതായി ഡോക്ടർമാർ പറയുന്നു. അസംസ്കൃത പഞ്ചസാര, ഉയർന്ന ഫാക്ടോസ് കോൺ സിറപ്പ്, സുക്രോസ് എന്നിവ ശരീരത്തിൽ അമിതമായി എത്തുന്നത് നിരവധി രോഗങ്ങൾക്കാണ് ഇടയാക്കുന്നത്. കൂടുതൽ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്ന ആളുകൾക്ക് കൊറോണറി ആർട്ടറി രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദയസ്തംഭനം പോലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 27% കൂടുതലാണെന്ന് അടുത്തിടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ അമിതമായി കുടിക്കുന്നവരിൽ ഏട്രിയൽ ഫൈബ്രിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത 10% കൂടുതലാണെന്ന് മറ്റൊരു പഠനം കണ്ടെത്തി. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മരണത്തിന് ഒന്നാം കാരണം ഹൃദ്രോഗമാണെന്ന് പഠനങ്ങൾ പറയുന്നു. അതിനാൽ മധുരപാനീയങ്ങൾ ഒഴിവാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് പ്രധാനം. മധുരപാനീയങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെയും ഇൻസുലിന്റെയും അളവ് പെട്ടെന്ന് ഉയരാൻ ഇടയാക്കും. ഇത് കാലക്രമേണ ഉപാപചയ പ്രവർത്തനത്തെ ബാധിക്കാം. ഉയർന്ന പഞ്ചസാര ഉപഭോഗം പൊണ്ണത്തടി, ഇൻസുലിൻ പ്രതിരോധം, ടൈപ്പ് 2 പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രോം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്ന അപകട ഘടകങ്ങളാണ്. പഞ്ചസാര പാനീയങ്ങൾ പതിവായി കഴിക്കുന്നത് ഉയർന്ന ട്രൈഗ്ലിസൈഡുകൾ, രക്തസമ്മർദ്ദം, വീക്കം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരിമിതപ്പെടുത്തുക, ദിവസവും 20 മിനിറ്റ് വ്യായാമം ചെയ്യുക, സമ്മർദ്ദം കുറയ്ക്കുക, നന്നായി ഉറങ്ങുക, പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക എന്നിവ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 30 ദിവസത്തെ കോഴ്സിലേക്ക് 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമായിരിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ NCVT സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുവാൻ 0482694412 9447196324 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 8,400 രൂപ, പവന് 67,200 രൂപ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മറ്റത്തൂർക്കുന്ന് കൈമുക്കി PC സുബ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കേരള കർഷക സംഘം മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ്, കുഴിക്കാണി പാടശേഖര സമിതി പ്രസിഡന്റ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നടത്തി. പുതുക്കാട് തൃശൂർക്കാരൻ ജോണി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. എൽസിയാണ് ഭാര്യ. റോസ്മേരി, പ്രിൻസൺ എന്നിവർ മക്കളും, ജെൻസൺ, അമൃത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് 1,86,000 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് മരോട്ടിച്ചാൽ സ്വദേശി. തൃശൂരിൽ ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൌൺസിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1,280 രൂപ കുറഞ്ഞ് 67,200 രൂപയിലേക്കെത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി 10ാം വാർഡ് ഊരകം നോർത്ത് സെന്റർ സൗന്ദര്യവൽക്കരണം, നിരീക്ഷണ ക്യാമറ, സെൽഫി പോയിന്റ് എന്നിവയുടെ ഉദ്ഘാടനം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.